ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോണത് മാങ്ങാ കറി അല്ലെങ്കിൽ മാങ്ങാ പിക്കിളാണ്. അതിന് വേണ്ടത് ചെറുതായി അരിഞ്ഞ മാങ്ങ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്, കടുക്, 2 റെഡ് ചില്ലി, കറിവേപ്പില, കുറച്ച് നല്ലെണ്ണ, വെള്ളം. നമ്മൾ ഈ മാങ്ങയിലേക്ക് ഇപ്പോൾ മുളക് പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിഞ്ഞു അതിൽ കടുക്, റെഡ് ചില്ലി, കറിവേപ്പില, ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാങ്ങാക്കറിയിലിട്ട് കൊടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും തിളപ്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞു. നമുക്കതിനെ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മാങ്ങാ കറി സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു.